ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ബട്ടർ സ്കോച്ച് സോസ് ആണ്. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് ഐസ്ക്രീംസിനും കേക്കിനും സ്പ്രെഡ് ചെയ്യാനും സോസായിട്ട് ഒഴിക്കാനും ഒക്കെ ഡ്രിപ്പിംഗ് ആയിട്ട് ചെയ്യാനും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു സോസാണ്. അറിയാലോ ബട്ടർ സ്കോച്ച് സോസ് എത്ര ടേസ്റ്റി സാധനമാണെന്ന് അറിയാലോ. ഞാനിവിടെ ഏകദേശം 113 ഗ്രാം വെണ്ണ, റൂം ടെമ്പറേച്ചറിലുള്ള വെണ്ണ, അതായത് 8 ടേബിൾ സ്പൂൺ വെണ്ണ, അതിൻ്റെ കൂടെ 1 കപ്പ് ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. മിക്ക സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ് ബ്രൗൺ ഷുഗർ. അതല്ല കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ശർക്കര ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട്, അതായത് 1 കപ്പ് ശർക്കരയും 1 കപ്പ് പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രൗൺ ഷുഗർ റെഡിയാവും. ഇതെല്ലാം ഒന്ന് പഞ്ചസാരയാണെന്ന് അറിയാലോ, അപ്പോൾ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് ഫ്രഷ് ക്രീം, ഞാനിപ്പോൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഫ്രഷ് ക്രീം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. വിപ്പിംഗ് ക്രീം വേണമെന്ന് തന്നെ നിർബന്ധമില്ല. ഫ്രഷ് ക്രീം ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 1 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഞാൻ ചുരണ്ടി ഒന്ന് എടുത്തിട്ട് അടുപ്പ് കത്തിച്ചിട്ട് വയ്ക്കുക. നമുക്ക് വേണ്ടത് അറിയാലോ, ഷുഗർ മെൽറ്റ് ആവണം, ബട്ടറും മെൽറ്റ് ആവണം. അതാണ് നമ്മുടെ ആവശ്യം. അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഞാനിപ്പോൾ തിക്ക് സോസ് ആക്കിയിട്ടാണ്, എനിക്ക് സ്പ്രെഡബിൾ ആയിട്ട് വേണം. അപ്പം ഞാൻ നല്ല തിക്ക് സോസ് ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഡ്രിപ്പിംഗ് സ്റ്റേജിൽ, അതായത് നമ്മൾ ഹെർഷീസ് സിറപ്പ് സോസ് ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സ്ട്രാ 3 മിനിറ്റ് കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വെക്കേണ്ട, വേഗം തന്നെ ഓഫ് ചെയ്യുന്നത്. മിനിറ്റായി കഴിഞ്ഞ ഉടനെ ഓഫ് ചെയ്തിട്ട് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. 2-3 ആഴ്ചയോളം ഇത് ഫ്രിഡ്ജിൽ സുഖമായിരിക്കും. ഓക്കെ, അപ്പോൾ കണ്ടുവല്ലോ, മെല്ലെ വെണ്ണ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. മെയിൻലി നമ്മൾ ബട്ടർ സ്കോച്ച് സോസ് കടയിൽ നിന്ന് വാങ്ങാറുള്ളത് ഹെർഷീസിൻ്റെ ആണ്, ടോപ്പ് ബ്രാൻഡ്. അതല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. കാരമൽ സോസും ബട്ടർ സ്കോച്ച് സോസും നല്ല ഡിഫറൻസ് ഉണ്ട്. കാരമൽ എന്ന് പറയുന്നത് പഞ്ചസാര ഉരുക്കിയിട്ട് അല്ലെങ്കിൽ പഞ്ചസാര കരിച്ചിട്ടുണ്ടാക്കുന്ന സാധനമാണ്, കാരമലൈസ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് കാരമൽ സോസ്. ബട്ടർ സ്കോച്ച് സോസ് അങ്ങനെയല്ല, ബ്രൗൺ ഷുഗറിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. ക്രീമും ബട്ടറും എല്ലാം ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് ബട്ടർ സ്കോച്ച് സോസ്. കണ്ടോ, ഇപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്യാം. കാരണം ബട്ടറെല്ലാം ഉരുകി പഞ്ചസാരയെല്ലാം അലിഞ്ഞിട്ടുണ്ട്, പഞ്ചസാരയല്ല ബ്രൗൺ ഷുഗർ എല്ലാം അലിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഈ സ്റ്റേജിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഡ്രിപ്പിംഗ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സോസ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഓഫ് ചെയ്തിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കൊരു കുപ്പിയിലാക്കി എടുത്ത് വയ്ക്കാം. അല്ലെങ്കിൽ ഏതിനാണോ ഉപയോഗിക്കേണ്ടത് അതിനെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സ്പ്രെഡബിൾ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് തിക്കാവണം. ഞാനൊരു 2-3 മിനിറ്റ്സ് കൂടെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കാൻ പോവുകയാണ്. അപ്പോൾ കണ്ടോ, നല്ല തിക്കായിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ബാക്കി ഇരിക്കും തോറും കുറച്ചുകൂടെ തിക്കായിട്ട് വരും. ഓക്കെ, ചൂടാറിയിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറായി. കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെക്കും തോറും ഇനിയും കുറച്ചുകൂടെ തിക്കാവും. ഓക്കെ, അപ്പം ഞാനിത് ഇനി ഒരു കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വയ്ക്കാൻ പോവാണ്. ഞാനൊരു കേക്ക് ഇത് വെച്ച് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ കാണിച്ചു തരാം. ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 ആഴ്ച ഇതായിരിക്കും സുഖമായിട്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ബട്ടർ സ്കോച്ച് സോസ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.